ഓ വരാം എടാ അനശ്വരേ ആട് ജീവിതത്തിന്റെ തിയേറ്റർ റെസ്പോൺസ് വീഡിയോ അവിടെ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ട് കണ്ടില്ലേ? അതിൽ നമ്മളെയും കൂടെ പറഞ്ഞ ആഡ് ചെയ്യാൻ വേണ്ടിട്ട് ഏരീസിലോട്ട് ചെല്ലാൻ പറഞ്ഞു ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട്. എന്തിനാണ് വെറുതെ വേണ്ടാത്ത സാധനത്തിനൊക്കെ തലവയ്ക്കാൻ പോകുന്നത്? ഇനിയിപ്പോ എന്താ ഇപ്പൊ അവിടെ വരെ പോകുന്നൊരു കാര്യമല്ലേ ഉള്ളൂ, നമുക്ക് ചെയ്യാം. എടാ ഒരു 2 മിനിറ്റ് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് വന്നാൽ മതി. അവൻ വിളിച്ചിട്ട് ഒരു ശല്യോടാ. പെസഹ വേഴമായിട്ട് എടാ നീ ഒന്ന് ആലോചിക്കണം. അതായത് യേശു ക്രിസ്തു ഒരു കുരിശാണ് ചുമന്നത്. ഞാൻ ഇപ്പൊ 2-3 എടാ നമ്മുടെ ഏരീസിന്ന് ഇറങ്ങി വന്നിട്ട് അവൻ വിളിക്കുകയാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുത്തിട്ട് വരാം. ഈ 2 മിനിറ്റ് കൊണ്ട് എന്തൊക്കെ പറയും? പടം അടിപൊളിയല്ലേ? അടിപൊളിയാണെന്ന് പറയും. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ബ്ലസ്സിയുടെയും പൃഥ്വിരാജിന്റെ ഏറാമിന്റെ കാര്യമൊക്കെ പറയാം. അതൊക്കെ മോശമല്ലേ? പിന്നെ പറയാതെ പിന്നെ പറയണ്ടേ? എന്താ പറയും? അതേപോലെ ഏറമാൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു ലെവലില്ലേ, ആ ഒരു ലെവൽ വന്നിട്ടില്ല. അങ്ങനെയല്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു റഹ്മാനാണ് ചെയ്തതെന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ടൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ ഇല്ല എന്നുള്ളത്. എന്നാലും പക്ഷെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എടാ റഹ്മാന്റെ കേസ് അങ്ങനെ പറയാം, പക്ഷെ പൃഥ്വിരാജ് പറയണം ഒരു രക്ഷയില്ല. അത് ഞെട്ടിച്ചു കളഞ്ഞു ഞങ്ങളെ. വേണ്ട അത് പറയാണ്ട് അടി വേണ്ട അത് സ്പോയിലറാണ്. അതൊന്നും പറയേണ്ട ആവശ്യമില്ല. പൃഥ്വിരാജ് എക്സ്ട്രീം ലെവലിൽ എനിക്ക് പൃഥ്വിരാജിനെ കാണാൻ പറ്റില്ല അതില്. ഈ ബുക്ക് വായിച്ചവർക്കേ വായിക്കാത്തവർക്കും തമ്മില് അഭിപ്രായ വ്യത്യാസം കാണൂലേ? അപ്പൊ അത് പറയണ്ടേ? അത് വേണം. വായിച്ചിട്ടുള്ള എനിക്ക് നല്ല അനുഭവമായിരുന്നു, വായിക്കാത്ത എനിക്ക് നല്ല അടിപൊളിയായിരുന്നു. എടാ വായിച്ച എനിക്കാണെങ്കിൽ പോലും എന്താ പറയാ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റി. കാരണം പിന്നെ സിനിമ അല്ലാടാ, പരിമിതിയുണ്ട്. 2-2.5 മണിക്കൂറല്ലേ. അപ്പൊ ചില സീൻസ് അവർ കാണിച്ചിട്ടില്ല, എങ്കിലും കാണിച്ചതെല്ലാം വെച്ചിട്ടായിരുന്നാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഓടാ അതൊക്കെ പറഞ്ഞാൽ മതി, അതിന്റെ ആവശ്യമുള്ളൂ. പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. വണ്ടി അനശ്വര കിടന്ന് വിളിക്കും. പോടാ പെട്ടെന്ന്.